അറിഞ്ഞോ? എന്ത് മറിഞ്ഞോന്നോ? മറിഞ്ഞോന്നല്ല, അറിഞ്ഞോന്ന്. ചൈനയിലെ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം നല്ല മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്ഥലമൊക്കെയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹഠാതെ ആകർഷിച്ചു. അവിടുത്തെ അധികൃതരൊക്കെ വിനോദസഞ്ചാരികളോട് കാണിച്ചൊരു ചതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നന്നായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്ന് ചൈന അവകാശപ്പെട്ടിരുന്ന യുൻതായ് വെള്ളച്ചാട്ടം അല്ല, മനസ്സിലായില്ല. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവരെ മാത്രമല്ല, ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ചൈന വെള്ളം എത്തിക്കുന്നത് പൈപ്പിലൂടെയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മലമുകളിൽ കയറിയ ഒരു സഞ്ചാരിയാണ് ഈ ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്ന? ചൈനക്കാരുടെ ഓരോ കാര്യങ്ങളെ ഒരുപാട് പേരെ ചതിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വിനോദസഞ്ചാരികളിൽ പലരും ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പാപ്പന്റെ കുലത്തൊഴിൽ അവർക്ക് പഠിപ്പിച്ചു. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന വിദ്യ. ഈ വിവരം പുറത്തു വന്നതിന് ശേഷമെങ്കിലും അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നാട്ടുകാരുടെ ആരോഗ്യം കളഞ്ഞൊരു പണിക്ക് നമ്മളില്ലേ സത്യസന്ധമായ ഡ്യൂപ്ലിക്കേറ്റ്. ഒരു സഞ്ചാരിക്ക് ഒരു കൗതുകം തോന്നി. ഇതിന്റെ ഒരു തുടക്കം എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു നിമിത്തമാണ് സുഗന്ധി. ഞാൻ ഇവിടെ വരാനും സുഗന്ധിയെ കാണാനും. പൈപ്പിലൂടെ ഈ വെള്ളം താഴോട്ടേക്ക് വീഴുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം ഞെട്ടിപ്പോയി. അലവിലാതി സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യനെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. ചൈനയിൽ വരുന്ന ഓരോ സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് പറയുന്നതിന് വേറൊരു തരത്തിൽ തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. എല്ലാ പ്രൊഫഷനും അതിന്റേതായ അന്തസ്സുണ്ട് അല്ലേ മുത്തശ്ശ? എന്നാൽ ഇത് ഇച്ചിരി ഓവറായി പോയി. ഇതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ചൈനീസ് രീതിയിൽ നിങ്ങൾ നേരിടേണ്ടി വരും.